രണ്ടാം ക്ലാസ് അർദ്ധവാർഷിക പരീക്ഷ ദുറൂസുൽ ഇഹ്സാൻ. മക്കളെ പഠിപ്പിക്കുമ്പോൾ പ്രധാനമായും രക്ഷിതാക്കൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, മോഡൽ ചോദ്യം ഏത് രൂപത്തിലാണ് വരിക എന്നീ വിഷയങ്ങൾ ഉൾപ്പെടുത്തിയ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള നല്ല വീഡിയോയാണ്. 2 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നൽകിയ പേപ്പറുകൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് കാണുകയും മക്കളിൽ പരിശീലിപ്പിക്കുകയും ചെയ്യുക. നല്ല മാർക്ക്, ഉയർന്ന മാർക്ക് നേടാൻ കാരണമാകും. നഷ്ടപ്പെടുത്തി കളയരുത് എന്നാദ്യമേ പറയുകയാണ്. ഒന്നാമത്തെ ചോദ്യം വന്നിട്ടുള്ളത് യോജിപ്പിക്കാം എന്നുള്ളതാണ്. 5 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. 5 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ബ്രാക്കറ്റിൽ കള്ളിയിലാക്കി ഇപ്പുറത്തെ സൈഡിൽ നൽകിയിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ചോദ്യം വന്നിട്ടുള്ളത് സലാം പറയേണ്ട വാചകം ഏതാണ്? അസ്സലാമു അലൈക്കും ബ്രാക്കറ്റിലുണ്ട്, അതുപോലെ തിരഞ്ഞെടുത്ത് എഴുതിയാൽ മതി. അപ്പോൾ ഇതുപോലത്തെ ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. കുട്ടികൾക്ക് അറിയുന്നുണ്ടാകും സലാം പറയുന്നതും മടക്കുന്നതും ഒക്കെ. രക്ഷിതാക്കൾ അതൊന്ന് എഴുതിപ്പിച്ചാൽ വളരെ നല്ലതായിരിക്കും. കാരണം എന്തായാലും ഇതിലേതെങ്കിലും ഒന്ന് ചോദിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ അറിയും, പക്ഷേ എഴുതാൻ അറിയില്ലെങ്കിൽ മാർക്ക് പോകുമല്ലോ. രണ്ടാമത്തത് സലാം മടക്കേണ്ട വാചകം ഏതാണ്? വ അലൈക്കുമുസ്സലാം എന്നതാണ്. മൂന്നാമത്തത് സ്വർഗത്തിൽ കടക്കാൻ മുഅ്മിനാവണം. സ്വർഗത്തിൽ കടക്കാൻ ആരാവണം? മുഅ്മിനാവണം. നാലാമത്തത് ഉറക്കം അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹമാണ്, അതാണ് ചോദിച്ചത്. അഞ്ചാമത്തത് നഖം മുറിക്കൽ പ്രധാന സുന്നത്താണ്. അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് നമ്മൾ ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുക്കേണ്ടത്. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. പൂർത്തിയാക്കാം എന്നുള്ള ചോദ്യമാണ്. അപ്പോൾ ഈ ഒന്നാമത്തെ ചോദ്യവും രണ്ടാമത്തെ ചോദ്യവും ഒക്കെ കുട്ടികൾക്ക് വേഗത്തിൽ അറിയണമെങ്കിൽ കുട്ടികളെ പാഠഭാഗം നല്ലോണം വായിച്ച് കേൾപ്പിക്കണം. എങ്കിലേ അവർക്ക് വേഗത്തിൽ ഉത്തരം എഴുതാൻ കഴിയുകയുള്ളൂ. പിന്നെ ഇതുപോലത്തെ ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ച് അവരോട് ഉത്തരം എഴുതാൻ ആവശ്യപ്പെടുകയും വേണം. എന്നാലേ അവരുടെ എഴുത്ത് ക്ലിയർ ആണോ എന്നുകൂടെ അറിയുകയുള്ളൂ. ഒന്നാമത്തത് സ്വിച്ച് ഇടുമ്പോൾ നാം പറയണം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇത് കുട്ടികൾക്ക് അറിയുന്നുണ്ടാവും, പക്ഷേ എഴുതുന്നത് ഏത് രൂപത്തിലാണെന്ന് അറിയാത്ത കുട്ടികളുണ്ടാവും. രണ്ടാമത്തത് നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത് ഉപ്പയാണ്. മൂന്നാമത്തത് ഇഷാഇൻ്റെ ശേഷം സംസാരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമായിരുന്നില്ല എന്നാണ് അവിടെ എഴുതി കൊടുക്കാനുള്ളത്. നാലാമത്തത് നേരത്തെ ഉറങ്ങിയാൽ നേരത്തെ ഉണരാം. ഇനി അഞ്ചാമത്തത് വൃത്തി ഈമാനിൻ്റെ ഭാഗമാണ്. ഇങ്ങനെയാണിത് പൂരിപ്പിക്കേണ്ടത്. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഉത്തരം എഴുതാം എന്നുള്ളതാണ്. അത് വായിക്കുന്നതിന് മുമ്പ് കഷ്ടപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് പകരം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ സബ്സ്ക്രൈബാണ്. ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒന്ന് വീഡിയോയ്ക്ക് ലൈക്ക് ഇപ്പോൾ തന്നെ കൊടുക്കുക. ഉപകാരപ്പെട്ടെങ്കിൽ സന്തോഷം. കമൻറ്റിലൂടെ അവസാനത്തിൽ എഴുതി അറിയിക്കുകയും ചെയ്യുക. ഒന്നാമത്തത് ബിസ്മി കൊണ്ട് തുടങ്ങിയാൽ അകന്നുപോകും ആര്? പിശാജ്. പിശാജ് അകന്നുപോകും. 2 സലാം വ്യാപിച്ചാൽ എന്തുണ്ടാകും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്? സ്നേഹം ഉണ്ടാകും എന്നാണ് പഠിപ്പിച്ചത്. മൂന്നാമത്തത് നഖം മുറിക്കാൻ ഉത്തമമായ സമയം ഏത്? വ്യാഴാഴ്ചയും വെള്ളിയാഴ്ച രാവിലെയുമാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. വ്യാഴാഴ്ചയും വെള്ളിയാഴ്ച രാവിലെയുമാണ് നഖം മുറിക്കാൻ ഉത്തമമായിട്ടുള്ള സമയം. ഇനി നാലാമത്തത് 2 വീതം എഴുതാം എന്നുള്ളതാണ്. 2ാം ക്ലാസ് ദുറൂസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 ചോദ്യങ്ങളാണ് വായിക്കാൻ പോകുന്നത്. ഇതിൽ 2 ഉറപ്പായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം. ഇത് 4 കുട്ടികളെ നന്നായി രക്ഷിതാക്കൾ പഠിപ്പിക്കുക. 2 ചുരുങ്ങിയത് പഠിപ്പിച്ചാൽ മതി. 2 എഴുതാനും വായിക്കാനും പറയാനും ഒക്കെ പഠിപ്പിക്കുക. ഒന്നാമത്തത് മിസ്വാക്ക് ചെയ്യുന്നതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? അള്ളാഹു ഇഷ്ടപ്പെടും, ബുദ്ധി കൂടും, കാഴ്ചശക്തി കൂടും, വായ വൃത്തിയാകും. ഇതൊക്കെ മിസ്വാക്ക് ചെയ്യുന്നതിൻ്റെ ഗുണങ്ങളാണ്. 2 ചോദിച്ചത്. അവിടെ സ്ഥലമുള്ളതിനനുസരിച്ച് അവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തത് നേരത്തെ ഉറങ്ങിയാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? അത് മറ്റൊരു നീല കളറിൽ. ആരോഗ്യം കൂടും, പഠനത്തിൽ ശ്രദ്ധ ലഭിക്കും, സന്തോഷമുണ്ടാകും, ഓർമ്മശക്തി കൂടും, പെരുമാറ്റം നന്നാവും. ഇതൊക്കെ നേരത്തെ ഉറങ്ങിയാലുള്ള ഗുണങ്ങളാണ്. രക്ഷിതാക്കൾ പഠിപ്പിക്കാൻ മറക്കരുത്. മൂന്നാമത്തത് ബിസ്മി ചൊല്ലേണ്ട സന്ദർഭങ്ങൾ ഏതൊക്കെയാണ്? വായന തുടങ്ങുമ്പോൾ, സ്വതക്ക നൽകുമ്പോൾ,
ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ, വെള്ളം കുടിക്കാൻ തുടങ്ങുമ്പോൾ, ഇതൊക്കെ പാഠപുസ്തകത്തിൽ പറഞ്ഞതാണ്. ഇതൊക്കെ അവർക്ക് അറിയുന്നുണ്ടാവും. എഴുതാനറിയോ എന്നൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി നമുക്ക് നാലാമത്തത് മിസ്വാക്ക് ചെയ്യേണ്ട സമയങ്ങൾ ഏതൊക്കെയാണ്. 2 എഴുതിയാൽ മതി, പക്ഷേ 2 പുസ്തകത്തിൽ പറഞ്ഞതൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഉറങ്ങും മുമ്പ്, ഇപ്പോൾ ഉറങ്ങാൻ കിടക്കുന്നതിന് മുന്നേ, ഉണർന്ന ഉടനെ, അപ്പോൾ നമ്മളൊക്കെ ഉറക്ക് കഴിഞ്ഞാൽ ഉണർന്ന ഉടനെ. ഇനി ഖുർആൻ ഓതും മുമ്പ്, അപ്പോൾ ഖുർആൻ ഓതാൻ നിൽക്കുന്ന സമയത്ത് ഒന്നതിന് മുമ്പായിട്ട് ബ്രഷ് ചെയ്യുക. വുളൂ ചെയ്യുമ്പോൾ, അപ്പോൾ വുളൂ നിസ്കരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ വുളൂ എടുക്കുക. അപ്പോൾ അല്ലാതെയും വുളൂ എടുക്കും. എന്നാലും വുളൂ ചെയ്യുമ്പോൾ മിസ്വാക്ക് ചെയ്യൽ സുന്നത്തുള്ള സമയമാണ്. അതും കൂടെ കുട്ടികൾക്ക് പഠിപ്പിക്കുക. ഇനി 5ാമത്തത് വേർതിരിക്കാം എന്നുള്ളതാണ്. ബറക്കത്തുണ്ടാകും, സുബഹ് ഖളാ ആകും. ആദ്യ സമയത്ത് സുബഹ് നിസ്കരിക്കാം, ബറക്കത്തില്ലാതെയാകും. ഇങ്ങനെ 4 പോയിൻ്റുകൾ നൽകിയിട്ടുണ്ട്. അതിന് നേരത്തെ ഉണർന്നാൽ, വൈകി ഉണർന്നാൽ എന്നീ 2 കോളങ്ങളിലാക്കി വേർപിരിക്കണം. അപ്പോൾ നേരത്തെ ഉണർന്നാൽ ബറക്കത്തുണ്ടാകും, അതോടൊപ്പം തന്നെ ആദ്യ സമയത്ത് സുബഹി നിസ്കരിക്കാനും പറ്റും. വൈകി ഉണർന്നാലോ സുബഹി ഖളാ ആകും, ബറക്കത്തും ഇല്ലാതെയാകും. അപ്പോൾ ഇത് രണ്ടും പഠിപ്പിക്കുക. ഇനി അടുത്തത് പൂരിപ്പിക്കുക എന്നുള്ളതാണ്. 1ാമത്തത് പല്ലും നാവും തേച്ചിടണം, റബ്ബിനിഷ്ടം നേടിടണം. അങ്ങനെ ഒരു പാട്ടാണ്. പാട്ടൊക്കെ കുട്ടികൾക്ക് അറിയുന്നുണ്ട്, അവർക്ക് വേഗം എഴുതാൻ പറ്റും. ഇനി 2ാമത്തത് റിളർ റബ്ബി ഫി റിളൽ വാലിദൈൻ. റിളർ റബ്ബി ഫി റിളൽ വാലിദൈൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മാതാപിതാക്കളുടെ പൊരുത്തത്തിലാണ് അള്ളാഹുവിൻ്റെ പൊരുത്തം മാതാപിതാക്കളുടെ പൊരുത്തത്തിലാണ്. ഈ ആശയത്തിൽ വരുന്ന ഒരു ഹദീസാണത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പുസ്തകത്തിലും അങ്ങനെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഏതെങ്കിലും ഒരു രൂപത്തിൽ നമുക്കത് പ്രതീക്ഷിക്കാം. റിളർ റബ്ബി ഫി റിളൽ വാലിദൈൻ നോട്ട് ചെയ്യുക. ഇനി 7ാമത്തത് നമ്പർ ഇടാം. കാൽ വിരലുകളിലെ നഖം മുറിക്കേണ്ട ക്രമമാണ്. വലത്തേ കാലിലാണ് തുടങ്ങേണ്ടത്. അത് കുട്ടികൾ കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുക. അവർ ചിലപ്പോൾ ഇടത്തേ കാല് മുതൽ തുടങ്ങും. വലത്തേ കാലിൽ നിന്ന് തുടങ്ങുക. അതും തന്നെ തള്ളവിരലിൽ നിന്ന് തുടങ്ങരുത്. അതിൻ്റെ അപ്പുറത്തുള്ള വിരലിൽ നിന്ന് ചെറുവിരൽ 4ാമത് വരണം, തള്ളവിരൽ 5ാമത് വരണം. ഈ രൂപത്തിൽ. പിന്നെ ഇടത്തേ കാലാവുമ്പോൾ ചെറുവിരൽ മുതൽ 6, 7, 8, 9, 10 തള്ളവിരലേക്ക് വരിക. ഈ നമ്പർ ഇട്ട പ്രകാരം കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കുക. വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. അപ്പോൾ അത് വായിച്ചു കഴിഞ്ഞതിലൂടെ ഏത് രൂപത്തിലാണ് ചോദ്യം വരിക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. മറ്റൊരു ചോദ്യവും ഉത്തരവും ഇതിൽ നൽകുന്നു. അതും നോക്കി വായിച്ചെടുക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അതിലുള്ള ഉത്തരവും കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ഉയർന്ന മാർക്കോടുകൂടെയുള്ള വിജയം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. പിന്നെ പരീക്ഷയ്ക്ക് നിർണ്ണയിക്കപ്പെട്ട പാഠങ്ങളൊക്കെ നന്നായി കുട്ടികൾക്ക് വായിച്ച് കേൾപ്പിച്ചു കൊടുക്കുക. അവരോട് വായിക്കാൻ ആവശ്യപ്പെടുക. ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ നല്ലോണം ആവർത്തിച്ച് പഠിക്കുകയും ചെയ്യുക. എന്നാൽ ഉറപ്പായും നമ്മുടെ മക്കൾക്ക് മുഴുവൻ മാർക്കും നേടാൻ കഴിയും ഇൻഷാ അല്ലാഹ്. പിന്നെ സബ്സ്ക്രൈബ് മറന്നിട്ടുണ്ടെങ്കിൽ ചെയ്യണമെന്നൊരിക്കൽ കൂടി ഉണർത്തുന്നു. ലൈക്ക് ചെയ്തിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ കമൻറ്റിലൂടെ സന്തോഷം അറിയിക്കുക. നല്ല നല്ല വീഡിയോകളുമായി, വാർഷിക പരീക്ഷയുടെയും മറ്റും വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം.